ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഭാഗ്യവചനധാര ശ്രോതാക്കൾക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് എന്നെ രക്ഷിക്കും. ഈ ഒരു ബോധ്യം എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മൾ ഉന്നതങ്ങളിലേക്ക് നോക്കണം. നമ്മെ അലട്ടുന്ന ദുരിതങ്ങൾ വരുമ്പോൾ നമ്മൾ നമ്മളിൽ തന്നെ കുരുങ്ങിക്കിടക്കാതെ സങ്കീർത്തനം 118:8-9 മനുഷ്യരിലും പ്രഭുക്കന്മാരിലും ആശ്രയിക്കാതെ മുകളിലേക്ക് തന്നെ നമ്മൾ നോക്കിയാൽ സ്വർഗത്തിൽ നിന്ന് സഹായം വരും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 13:35 സൂസന്ന അവൾ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കാൻ വിധിക്കപ്പെട്ടപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി കർത്താവിൽ ആശ്രയം അർപ്പിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് സഹായമുണ്ടായി. വീണ്ടും ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 4:29 മുതലുള്ള തിരുവചനങ്ങളിൽ ബാബിലോണിലെ രാജകൊട്ടാരത്തിൽ മട്ടുപ്പാവിൽ നബൂഖദ്നേസർ രാജാവ് ഉലാത്തുമ്പോൾ അഹങ്കാരത്തോടെ അദ്ദേഹം പറയുന്നു, എന്റെ രാജകീയ മഹത്വത്തിനു വേണ്ടി രാജമന്ദിരമായി എന്റെ മഹാപ്രഭാവത്താൽ ഞാൻ നിർമ്മിച്ചതല്ലേ മഹത്തായ ഈ ബാബിലോൺ. ഈ വാക്കുകൾ രാജാവിന്റെ വായിൽ നിന്ന് വീഴുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു. നബൂഖദ്നേസർ രാജാവേ, നിന്നോടാണ് പറയുന്നത്, രാജ്യം നിന്നിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു. നീ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടുകയും നിന്റെ വാസം വന്യമൃഗങ്ങളോടൊത്ത് ആയിരിക്കുകയും ചെയ്യും. കാളയെ പോലെ നീ പുല്ലു തിന്നും. മനുഷ്യരുടെ രാജ്യം ഭരിക്കുന്നത് അത്യുന്നതനാണെന്ന് നീ അറിയുന്നത് വരെ 7 സംവത്സരം കടന്നു പോകും. അപ്പോൾ തന്നെ ആ വാക്കുകൾ നബൂഖദ്നേസറിൽ സംഭവിച്ചു. ആ നാളുകൾ കഴിഞ്ഞപ്പോൾ രാജാവ് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി. അപ്പോൾ അദ്ദേഹത്തിന് ബുദ്ധി തിരിച്ചു കിട്ടുകയും അത്യുന്നതനെ വാഴ്ത്തുകയും നിത്യം ജീവിക്കുന്ന അവിടുത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു. വാക്കുകൾ ചുരുക്കേണ്ടതുണ്ട്. ഒരു കുഞ്ഞു കഥയും കൂടി പറഞ്ഞ് നിർത്തിക്കൊള്ളാം. ഒരു കാട്ടിൽ പൂർണ്ണ ഗർഭിണിയായ ഒരു മാൻ അതിന്റെ പ്രസവ സമയം അടുത്തിരുന്നതിനാൽ വളരെ അസ്വസ്ഥതയോടെ നിൽക്കുമ്പോൾ അതാ ദൂരെ വലിയൊരു പ്രകാശം. ആ പ്രകാശം അടുത്തടുത്ത് വരുന്നതായി അതിന് തോന്നി. അപ്പോഴാണ് അത് കാട്ടുതീയാണെന്ന് മനസ്സിലായത്. ഒന്നും ചെയ്യാനാവാതെ അത് മുകളിലേക്ക് നോക്കി. മറ്റൊരിടത്തേക്ക് നോക്കിയപ്പോൾ ഒരു വേടൻ വില്ല് കുലച്ച് മാനിൽ തന്നെ ഉന്നം വെച്ച് നിൽക്കുന്നു. എതിർദിശയിലേക്ക് നോക്കിയപ്പോൾ ഒരു സിംഹം അതിനെ തന്നെ നോക്കി നിൽക്കുന്നതാണ് കണ്ടത്. മാൻ ശാരീരിക ബുദ്ധിമുട്ടുകളും അതിലേറെ മനസ്സിലെ നൊമ്പരങ്ങളും നിറഞ്ഞ കണ്ണുകളോടെ മുകളിലേക്ക് തന്റെ സൃഷ്ടാവിന്റെ പക്കിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് ശക്തമായ സ്വരത്തിൽ ഒരു ഇടി വെട്ടുകയും വേടൻ കുലച്ചിരുന്ന വില്ല് തെന്നി സിംഹത്തിന്റെ ശരീരത്തിൽ പതിക്കുകയും വേദന കൊണ്ട് പ്രതികാരത്തോടെ സിംഹം വേടന്റെ പുറകെ പായുകയും ചെയ്തു. അപ്പോൾ തന്നെ ശക്തമായ ഒരു മഴ. ജോബിന്റെ പുസ്തകം 37:5-6 പറയും, അവിടുത്തെ നാദം കൊണ്ട് അവിടുന്ന് അത്ഭുതകരമായി ഇടിമുഴക്കുന്നു. നമുക്ക് അഗ്രാഹ്യമായ വൻ കാര്യങ്ങൾ അവിടുന്ന് പ്രവർത്തിക്കും. അങ്ങനെ മഴയോടും പെരുമഴയോടും ശക്തമായി വർഷിക്കുക എന്നും അവിടുന്ന് പറയുന്നു. അങ്ങനെ കാട്ടുതീ കെടുകയും മാൻ സുഖമായി പ്രസവിക്കുകയും ചെയ്തു. 4 വശത്തു നിന്നും ഒരുമിച്ച് ദുരന്തങ്ങൾ വന്നപ്പോൾ പ്രിയമുള്ളവരെ, ആ മാൻ ചെയ്തതുപോലെ മുകളിലേക്കൊന്ന് നോക്കണം. സ്വർഗത്തിലെ വലിയവനായ ദൈവം സഹായം അയച്ച് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.